15 സെൻറ്റിമീറ്ററോളം വലിപ്പത്തിലൊരു PVC പൈപ്പ് കട്ട് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ചെമ്പ് കമ്പി ഒന്ന് നന്നായിട്ട് ചുറ്റിയെടുക്കുക. കോയിലപ്പോൾ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 അറ്റത്തും നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഈ കോയിൽ നമുക്ക് അതിനകത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ട്രാൻസിസ്റ്ററും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു സ്വിച്ച് കൂടി ഒട്ടിച്ചു വയ്ക്കുക. ഇനി കോയിലിൻ്റെ അടിഭാഗത്തേക്ക് ഒരു വയറെടുത്തിട്ട് 3ആയിട്ടൊന്ന് ചുറ്റിയിട്ട് അതൊന്ന് ടേപ്പ് ചെയ്ത് വയ്ക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ 2ാമത്തെ പിന്നിലേക്ക് 22K റെസിസ്റ്റർ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ പിന്നിലേക്ക് തന്നെയാണ് കോയിലിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്ന കണക്ഷനും കൂടി സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പിന്നിലേക്കൊരു ബ്ലാക്ക് വയർ സോൾഡർ ചെയ്ത് വയ്ക്കുക. ബാറ്ററി കണക്ട് ചെയ്യണ കണക്ടറാണ് ഇനിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് റെഡ് വയർ ട്രാൻസിസ്റ്ററിൻ്റെ 2ാമത്തെ പിന്നിലേക്കും നെഗറ്റീവ് വയർ 1ാമത്തെ പിന്നിലേക്കുമാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പിന്നിലേക്ക് കൊടുത്താണ് റെസിസ്റ്ററിൻ്റെ അറ്റത്ത് തന്നെ ഒരു ബ്ലാക്ക് വയറും കൂടി സോൾഡർ ചെയ്ത് വയ്ക്കാം. നേരത്തെ നമ്മൾ ഡയറക്റ്റ് കണക്ഷനാണ് കൊടുത്തത്. അപ്പോൾ സ്വിച്ചും കൂടിയും ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 2ാമത്തെ പിന്നിലേക്ക് കൊടുത്തിരുന്ന റെഡ് ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് വയർ നമ്മൾ സ്വിച്ചിലേക്ക് ഒന്ന് കണക്ട് ചെയ്തെടുക്കുകയാണ്. രണ്ടാമത്തെ പിന്നിൽ നിന്നുള്ള ബ്ലാക്ക് വയറും 3ാമത്തെ പിന്നിൽ നിന്നുള്ള ബ്ലാക്ക് വയറും ഗ്രീൻ വയറിലേക്കൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. പഴയൊരു LED ബൾബിൻ്റെ കപ്പൊന്ന് ഊരിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുക. ടെസ്ല കോയിലിന് നല്ല പവർ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്.
ഇപ്പോൾ ടെസ്ല കോയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ട്യൂബ്, CFL ഇതൊക്കെ തന്നെ നമുക്ക് വയറൊന്നും കണക്ട് ചെയ്യാണ്ട് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.